നമസ്കാരം. പശ്ചിമ ബംഗാളിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജിയിൽ നേരിട്ട് വാദിക്കാൻ അനുവദിക്കണമെന്ന് മമത കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ തികച്ചും ഏകപക്ഷീയമാണെന്നാണ് മമതാ ബാനർജിയുടെ പ്രധാന ആരോപണം. നിലവിലുള്ള നിയമങ്ങളെയും ചട്ടങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതെന്നും അവർ വാദിക്കുന്നു. ബംഗാളിലെ വോട്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കോടതിയിലെത്തുന്നത് ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ അത്യപൂർവ നീക്കമാണ്. ഈ നിയമ പോരാട്ടത്തിൽ മമതയുടെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ അഭിഭാഷക പശ്ചാത്തലമാണ്. 1970 കൊൽക്കത്തയിലെ പ്രശസ്തമായ ജോഗേഷ് ചന്ദ്ര ചൗധരി ലോ കോളേജിൽ നിന്നും നിയമബിരുദം നേടിയ മമതാ ബാനർജി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുൻപ് ഒരു പ്രൊഫഷണൽ അഭിഭാഷകയായിരുന്നു. 2003 വരെ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അവർ തന്റെ നിയമപരിജ്ഞാനം നേരിട്ട് പ്രയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവുകളിലെ നിയമപരമായ പാളിച്ചകൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ തനിക്ക് സാധിക്കുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. പട്ടിക പുതുക്കൽ നടപടികൾ കേവലം ഒരു സാങ്കേതിക പ്രക്രിയ അല്ല എന്നും അത് ബംഗാളിലെ സാധാരണ ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രക്രിയയ്ക്കിടെ സംസ്ഥാനത്ത് ഏകദേശം 140 പേർ മരിച്ചതായാണ് മമത ആരോപിക്കുന്നത്. കഠിനമായ നടപടിക്രമങ്ങൾ മൂലം ജനങ്ങൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നതാണ് അവരുടെ പ്രാഥമിക ലക്ഷ്യം. ജനങ്ങളുടെ ജീവനും സ്വസ്ഥതയ്ക്കും ഭീഷണിയാകുന്ന ഇത്തരം പരിഷ്കരണങ്ങൾ റദ്ദാക്കണമെന്നാണ് മമത ആവശ്യപ്പെടുന്നത്. കൂടാതെ മൈക്രോ ഒബ്സർവർമാരുടെ വിന്യാസത്തെയും മമത ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. മതിയായ പരിശീലനമോ വൈദഗ്ധ്യമോ ഇല്ലാത്ത 8100 മൈക്രോ ഒബ്സർവർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി നിയോഗിച്ചത് നിയമവിരുദ്ധമാണെന്നും അവർ വാദിക്കുന്നു. വോട്ടർമാരെ ഭയപ്പെടുത്താനും സ്വാധീനിക്കാനുമുള്ള ശ്രമമാണിതെന്നും ആരോപിക്കുന്ന മമത കമ്മീഷന്റെ ഓരോ നീക്കത്തെയും നിയമപരമായി നേരിടാനാണ് ലക്ഷ്യമിടുന്നത്. തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി നിലനിൽക്കെ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പുതിയ ഹർജി സമർപ്പിച്ചത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച SIR സംബന്ധിച്ച ഉത്തരവുകൾ റദ്ദാക്കണമെന്നാണ് മമതയുടെ ഹർജിയിലെ പ്രധാന ആവശ്യം. നിലവിലുള്ള 2025 വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നു. തൃണമൂൽ കോൺഗ്രസ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഹർജി നൽകിയിരുന്നു. മുഖ്യമന്ത്രി നിലയിലും പാർട്ടി അധ്യക്ഷൻ നിലയിലും മമത നേരിട്ട് രംഗത്തെത്തുന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. Z+ സുരക്ഷയുള്ള മുഖ്യമന്ത്രി കോടതിയിലെത്തുന്നതിനാൽ സുപ്രീം കോടതി പരിസരത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2003 വരെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത മമതയ്ക്ക് വാദത്തിൽ നൈപുണ്യം തെളിയിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ നിയമ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും ഒരുപക്ഷെ ഇതെന്തായാലും ഇതൊരു ചരിത്ര സംഭവം തന്നെ. ഒരു മുഖ്യമന്ത്രി നേരിട്ട് ഒരു നാടിന്റെ ആവശ്യം പറയാൻ സുപ്രീം കോടതിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.